السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു നമ്മുടെ ഇരുത്തം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നത്തിൽ ഫിർദൗസിലും ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവരുടെ ഫിഖ്ഹി രചനകൾ, വിവിധ ഫന്നുകളിലെ അനവധി രചനകളുണ്ട്. അത് വേറെയും വിഷയമാണ്. അതുകൊണ്ട് ഫിഖ്ഹി രചനകളിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ്. ഒരു ഓർഡർ നമ്മൾ ഉദ്ദേശിച്ചത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫിഖ്ഹി കുത്തുബിൽ ഏതാണ് മുഖദ്ദം, ഏതിനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് എന്ന ആ ഒരു തർത്തീബ് പിൽക്കാല പണ്ഡിതന്മാർ അതിനെ തർത്തീബ് ചെയ്തിട്ടുണ്ട്, തഖദീമ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ ഇൻഷാ അല്ലാഹ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ ആ ഗ്രന്ഥങ്ങളുടെ രചനാ കാലവും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ഖിത്വാഅത്തുൻ ഫി തഹ്ഖീഖ് ഫിൽ ഫിഖ്. അവിടെ ഖിത്വാ എന്ന് പറയാൻ കാരണം തഹ്ഖീഖ് എന്ന കിതാബ് ഇമാം നബവി തങ്ങൾ അതിനെ തക്മീൽ ചെയ്തിട്ടില്ല എന്ന, അതിനെ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് ഖിത്വാ എന്ന് പറയും. മഹാനായ ഇമാം സുയൂത്തി അവരുടെ അൽ മിൻഹാജ് സവിയിലും അതിൽ പറയുന്നുണ്ട്, വസല ഫീഹി ഇലാ ബാബി സ്വലാത്തുൽ മുസാഫിർ. സ്വലാത്തുൽ മുസാഫിർ അധ്യായം വരെ അത് എത്തിയിട്ടുള്ളൂ എന്ന്. മാത്രമല്ല ദക്കറ ഫീഹി ഗാലിബൻ മാ ഫീ ശർഹുൽ മുഹദ്ദബി മിനൽ അഹ്കാമി വൽ ഖിലാഫ്. ശർഹുൽ മുഹദ്ദബിൽ ഇമാം തന്നെ പറഞ്ഞ ഒരുപാട് ഹുക്മുകൾ, വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെക്കുറെ ഇതുതന്നെയാണ് തഹ്ഖീഖിലുമുള്ളതെന്ന് മഹാനായ ഇമാം സുയൂത്തി പറയുകയാണ്. വഖാല സഖാവി ഫി തർജമത്തുൽ ഇമാം അൻ-നബവി. തർജമത്തുൽ ഇമാം അൻ-നബവി എന്ന കിതാബിൽ ഇമാം സഖാവി പറയുന്നുണ്ട്, കഅന്നഹു മുഖ്തസറു ശർഹുൽ മുഹദ്ദബ്. തഹ്ഖീഖ് കണ്ടാൽ ശർഹുൽ മുഹദ്ദബിന്റെ മുഖ്തസറിനെ പോലെ തോന്നുമെന്നാണ്. വഖാല വൈറുഹു, വേറെ പണ്ഡിതന്മാർ പറയുന്നു, ഇന്നഹു ദക്കറ ഫീഹി മസായില കസീറത്തൻ മഹ്ള. തഹ്ഖീഖിൽ ഇമാം നബവി തങ്ങൾ കൂടുതൽ ശറഹില്ലാതെ, വിശദീകരണങ്ങളില്ലാതെ മസ്അലകൾ മാത്രം പറഞ്ഞു പോവുകയാണ് എന്നുവരെ അഭിപ്രായമുണ്ട്. അതുപോലെ വഖവാഇദ വളവാബിത ലം യദ്കുറഹാ ഫി റൗള. റൗളയിൽ അവർ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരുപാട് ഉസൂലുകൾ അതിൽ കൊണ്ടുവരുന്നുണ്ട്. വഖാല ഫി മുഖദ്ദിമതിഹി. തഹ്ഖീഖിന്റെ ആമുഖത്തിൽ ഇമാം പറയുന്നുണ്ട്, ഹസല ഇൻദി. ഇത് ഇമാം നബവി എന്തുകൊണ്ട് ഇമാം റാഫിയേക്കാൾ കാലഘട്ടത്തിലെ വ്യത്യാസം മാത്രമല്ല, ഇമാം റാഫി തങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ അസ്ഹാബുൽ വുജൂഹിൻ്റെ വജ്ഹകൾ, അവരുടെ വീക്ഷണങ്ങൾ, അവരുടെ ദലീലുകൾ, ഇമാമിൻ്റെ തന്നെ മുസ്തഖില്ല ഇമാമിൻ്റെ തന്നെ ദലീലുകൾ ഒരുപാട് ഇമാം നബവി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ദലീല് കൂടെയാണ് ഈ ഒരു വാക്ക്. ഹസല ഇൻദി നഹ്വു മിഅത്തി മുസന്നഫിൻ മിൻ കുതുബി അസ്ഹാബിന. ഷാഫിഈ മദ്ഹബിലെ അസ്ഹാബുൽ വുജൂഹ് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് 100ഓളം കിതാബുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം നബവി തങ്ങൾ തഹ്ഖീഖിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്. അതുപോലെ അൽ മജ്മൂ' ഫി ശർഹുൽ മുഹദ്ദബ് രണ്ടാമത്തെ കിതാബാണ്. അതവർ രചിച്ചത് ഇലാ ബാബിൽ മുസറാത്ത്. ഒരു ആട് അല്ലെങ്കിൽ ഒരു പശുവിനെ അകിട് കെട്ടി വീർപ്പിച്ച് വിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ബയാന്റെ ബാബിൽ ചർച്ചയുണ്ട്. ആ മുസറാത്തിന്റെ ചർച്ച വരെയാണ് ശർഹുൽ മുഹദ്ദബിൽ മജ്മൂഅിലെ അവർ രചിച്ചത് എന്നാണ്. അതിൽ അഭിപ്രായങ്ങളുടെ മഹാനായ ഇമാം സഖാബി തങ്ങൾ പറയുന്നുണ്ട് തർജമത്തുൽ ഇമാം നബവിയിൽ, ഖുൽതു ബൽ ഇലാ അസ്നാഇ ബാബിർ റിബ. ബയായിൽ മാത്രമല്ല, ബയാന്റെ അധ്യായത്തിൽ തന്നെയുള്ള ഇലാ അസ്നാഇ ബാബിർ റിബ, ബാബുർ റിബ വരെ അദ്ദേഹം തസ്നീഫ് നടത്തിയിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു അൽ മിൻഹാജ് സവിയിൽ, വഖദ് ശറഅ ഫീ തക്മീലിഹി ജമാഅ. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാതിരുന്ന അൽ മജ്മൂഅ, അതിനെ പൂർത്തീകരിക്കാൻ തക്മീൽ ചെയ്യാൻ ഒരുപാട് പണ്ഡിതന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വലം യുൻഹൂഹു, അവരും അത് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ്. ഫകതബ ശൈഖു തഖിയുദ്ദീൻ അസ്സുബ്കി ഇലാ അസ്നാഇ ബാബിൽ തഫ്ലീസ്. മഹാനായ ഇമാം സുബ്കി തങ്ങൾ അവർ തഫ്ലീസിന്റെ അധ്യായം വരെ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഖുൽതു വസല ഫീഹി അസ്സുബ്കി ഇലാ ബാബി ബൈഅൽ മുസറാത്ത്. ഇത് തുഹ്ഫത്തുൽ ത്വാലിബീൻ എന്ന മഹാനായ അലാഉദ്ദീൻ ഇബ്ൻ അൽ അത്വാർ തങ്ങൾ, ഇമാം നബവി തങ്ങളുടെ മുബാശിറായ തിൽമീദാണ്. അവരുടെ തുഹ്ഫക്ക് തഅലീഖ് ചെയ്തിട്ടുള്ള മശ്ഹൂർ ഇബ്ൻ ഹസൻ,
അവർ പറയുന്നുണ്ട്, മഹാനായ ഇമാം സുബക്കി തങ്ങൾ വസല ഫീഹി സുബക്കി ഇലാ ബാബിൽ മുസറാത്ത്, നേരത്തെ പറഞ്ഞ പോലെ ബൈഅന്റെ ബാബിലുള്ള ബൈഅൽ മുസറാത്ത് അധ്യായം വരെയാണ് ഇമാം സുബക്കി തങ്ങൾ അത് പൂർത്തീകരിച്ചത് എന്നാണ്. അതുപോലെ റദ്ദ് ബിൽ ഐബി, ഒരു വസ്തു വാങ്ങിയിട്ട് അതിൽ ഐബ് കൊണ്ടുള്ള ഖിയാറിന്റെ ചർച്ച, അതുവരെയാണ് അദ്ദേഹം തക്മീൽ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. വലം യുകമ്മിലഹു, ഇമാം സുബക്കി തങ്ങളും മജ്മുഅനെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ്. ശേഷം വഅക്മലഹു ബഅദഹു അൽ ഉസ്താദ് മുഹമ്മദ് നജീബ് അൽ മുത്തിഇ എന്ന മഹാനാണ് ഇതിനെ തക്മീൽ ചെയ്തത് എന്ന് മശ്ഹൂർ ബിൻ ഹസൻ തങ്ങൾ പറയാം. വയഖൂലു സുബക്കി, മഹാനായ ഇമാം സുബക്കി തങ്ങൾ പറയുന്നു, ഫി തർശീഹ് തൗശീഹ്, അദ്ദേഹത്തിന്റെ തർശീഹ് തൗശീഹ് എന്ന കിതാബിൽ ബദഅ അൽ ഇമാം അൻ-നബവി, അവരെ കിതാബിന്റെ രചന ആരംഭിച്ചത് ഫി ശറഹ് മുഹദ്ദം യൗമൽ ഖമീസ് മിൻ ശഅബാന സനത 62 و600, അഥവാ ഹിജറ 662 ശഅബാനിൽ ഒരു വ്യാഴാഴ്ചയായിരുന്നു അദ്ദേഹം ഈ ഗ്രന്ഥരചന ആരംഭിച്ചത് എന്ന്. വഖതമൽ ജനായിസ, മജ്മുഅലെ ബാബുൽ ജനായിസ് അതുവരെ പൂർത്തിയാക്കിയത് യൗമ ആശൂറ സനത 73 و600, ഹിജറ 673 മുഹറം 10 അന്നായിരുന്നവര് ബാബുൽ ജനായിസ് പൂർത്തിയാക്കിയത്. വഫീ ദാലിക്കൽ യൗം, അതേ ദിവസം തന്നെ ബദഅ ഫീ കിതാബ് സക്കാത്ത്, കിതാബ് സക്കാത്ത് ബാബ് സക്കാത്ത് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. വഖതമ ബാബൽ ഇഹ്റാം, ഹജ്ജിന്റെ അധ്യായത്തിലുള്ള ബാബുൽ ഇഹ്റാം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് യൗമൽ ഇത്നൈൻ താസിഅ ശവ്വാലിൻ മിൻ ഹാദിഹി സന, അതേ വർഷം ശവ്വാൽ 9 തിങ്കളാഴ്ചയായിരുന്നു. വഫീ ദാലിക്കൽ യൗം, അതേ ദിവസം തന്നെ ബദഅ ബിബാബി സിഫത്തുൽ ഹജ്ജ്, ഹജ്ജിന്റെ റുക്നുകളെ സംബന്ധിച്ചുള്ള സിഫത്തുൽ ഹജ്ജിന്റെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. വഖതമ റുബ്ഉൽ ഇബാദാത്ത്, മജ്മുഅുൽ ഇബാദാത്തിന്റെ റുബ്ഇനെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് യൗമുൽ ഇത്നൈൻ തിങ്കളാഴ്ചയാണ്. റാബിഅ അശറ മിൻ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 14 സനത 40 و70 و600, 674 വഫ്തതഹൽ ബൈഅ, ബൈഅന്റെ അധ്യായം അദ്ദേഹം മജ്മുഅ തുടങ്ങുന്നത് ഫവസല ഇല അസ്നാഇർ റിബ, അങ്ങനെ ഏകദേശം റിബ വരെ എത്തിയത്. വമാത വലം യഅയിൻ താരിഖ, അതിന്റെ ഡേറ്റ് അത്ര കൃത്യമല്ല, തഅയീൻ ചെയ്തിട്ടില്ല, ഏകദേശം റിബ വരെയാണ് എത്തിയത് എന്നാണ് ബൈഅന്റെ അധ്യായം തുടങ്ങിയിട്ട്. ഇങ്ങനെയാണ് മജ്മുഅന്റെ രചന. അടുത്തത് തൻഖീഹാണ്. അത്തൻഖീഹ് അതും ഖിത്അത്താണ്, അതിന്റെ രചന പൂർത്തീകരിച്ചിട്ടില്ല. ഫി ശറഹുൽ വസീത്ത്, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വസീത്തിനെ ചുരുക്കിയതാണ്, വസീത്തിനെ ശറഹ് ചെയ്തതാണ് തൻഖീഹ് എന്നാണ്. അത്തൻഖീഹു ഫി ശറഹുൽ വസീത്ത്. ചില പണ്ഡിതന്മാർ വസമ്മാഹു ബഅദുഹും, ചില പണ്ഡിതന്മാർ അതിന് പേര് നൽകിയത് നുക്അത്തുൻ അലൽ വസീത്ത് എന്നാണ്, അങ്ങനെ അതിന് പേരുണ്ട്. വഖാല സുയൂത്തി ഫി മിൻഹാജ് സവി, ഇമാം സുയൂത്തി തങ്ങൾ അൽ മിൻഹാജ് സവിയിൽ പറയുന്നു. അതുപോലെ വശറഹുൽ വസീത്ത്, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശറഹുൽ വസീത്ത് അൽ മുസമ്മ ബി തൻഖീഹ്, അതിന്റെ പേരാണ് അത്തൻഖീഹ് എന്ന്. അതിന് തൻഖീഹ് എന്ന് പേരുണ്ട്, രണ്ടും ഒന്നാണ്. ശറഹുൽ വസീത്ത് എന്നും കാണാം, അല്ലെങ്കിൽ അത്തൻഖീഹ് എന്ന് കാണാം, രണ്ടും ഇമാം നബവി തങ്ങളുടേതാണ്. വസീത്തിന്റെ വിശദീകരണമാണ്. വഖാല ഇസ്നവി, മഹാനായ ഇമാം ഇസ്നവി തങ്ങൾ പറയുന്നു, വസല ഫീഹി ഇലാ ശുറൂത്തി സ്വലാഹ്, നേരത്തെ പറഞ്ഞു അത് ഖിത്അത്താണ്, ചുരുക്കിയിട്ടില്ല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ വിശദീകരിക്കുന്നവരെയാണ് അത് എത്തിയത്. വഖദ് നുശിറ ബിദൈൽ മുജല്ലദൈൻ അവലൈൻ മിനൽ വസീത്ത് ഫിൽ മദ്ഹബി ലിൽ ഗസാലി, ഇമാം ഗസാലി തങ്ങളുടെ അൽ വസീത്ത് ഫിൽ മദ്ഹബി എന്ന കിതാബ് പ്രസിദ്ധമായ കിതാബാണ്. ആ കിതാബിന്റെ 2 വോള്യങ്ങൾ അൽ മുജല്ലദൈൻ അൽ അവലൈൻ, ആദ്യ 2 വോള്യങ്ങൾ ഇറങ്ങിയപ്പോൾ അതിന്റെ ദൈലായി, അതിന്റെ അപ്പൻഡിക്സായി, അതിന്റെ ഒരു അനുബന്ധ കിതാബായി ഈ നുക്അത്ത് അല്ലെങ്കിൽ ശറഹുൽ വസീത്ത്, ഈ തൻഖീഹ് എന്ന കിതാബ് അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിന് ഈ പേരിൽ അത്തൻഖീഹു ഫി ശറഹുൽ വസീത്ത്, അത്തൻഖീഹു ഫി ശറഹുൽ വസീത്ത് എന്ന പേരിൽ ഇമാം ഗസാലി തങ്ങളുടെ അൽ വസീത്ത് ഫിൽ മദ്ഹബ് എന്ന കിതാബിന്റെ 2 വാള്യങ്ങൾ ഉണ്ടാക്കിയപ്പം അതിന്റെ ഒരു അനുബന്ധ കിതാബായി ഈ തൻഖീഹ് ചേർത്തിട്ടാണ് അതിനെ തുബഅ ചെയ്തത് എന്നാണ്. അടുത്ത കിതാബ് അർ-റൗള, അർ-റൗളതു ഫി മുഖ്തസരി ശറഹ് റാഫിഈ, ഇമാം റാഫിഈ തങ്ങളുടെ അശ്റഫുൽ കബീർ എന്ന കിതാബ്, അതിന്റെ മുഖ്തസറാണ് അർ-റൗള. വഖാല സുയൂത്തി ഫി മിൻഹാജ് സവി, ഇമാം സുയൂത്തി തങ്ങൾ അൽ മിൻഹാജ് സവിയിൽ പറയുന്നു, ഇന്നഹു ഇബ്തദഅ ഫി തഅലീഫിഹാ യൗമുൽ ഖമീസ്, ഇമാം നബവി തങ്ങൾ റൗള രചിക്കാൻ തുടങ്ങിയത് വ്യാഴാഴ്ചയായിരുന്നു. അൽ ഖാമിസ് വൽ 20 മിൻ റമളാന, റമളാൻ 25 സനത 66 و600, ഹിജ്റ 666 തുടങ്ങിയത് അത്ര. ഹിജ്റ 666 റമളാൻ 25 വ്യാഴാഴ്ച ദിവസം. വഖതമഹ
യൗമൽ അഹദ് അവസാനിപ്പിച്ചതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഖാമിസ് അശറ ഷഹർ റബീഉൽ അവ്വൽ 15 സനത 69 വ600 ഹിജറ 669 അവസാനിപ്പിച്ചത്. വമിൻ അഹമ്മിൽ കുതുബില്ലത്തി തഅഖബത്തി റൗള, ഈ റൗളയുടെ പിറകെ വന്ന റൗളക്ക് തഅഖീബ എഴുതിയ മഹാനായ ഇമാം ഇസ്നവി തങ്ങൾ. അതിന്റെ പേര് അറിയാമായിരിക്കും, അൽ മുഹിമ്മാത്ത് ഫി ശറഹി റൗള. അൽ മുഹിമ്മാത്ത് ഫി ശറഹി റൗള എന്ന പേരിൽ റൗളക്ക് ഇമാം ഇസ്നവി തങ്ങൾ എഴുതിയ ശറഹാണ് അൽ മുഹിമ്മാത്ത്. മാത്രമല്ല നിലവിൽ നമുക്ക് ലഭ്യമല്ലാത്ത മഫ്ഖൂദായ ഒരു കിതാബുണ്ട്, റൗളയുടെ ചെറിയൊരു ദൈല് അഥവാ ദഖായിഖുർ റൗള. മഹാനായ ഇമാം സഹാബി തങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന്റെ തർജമത്തുൽ ഇമാം നബവിയിൽ വസല ഫീഹാ ഇലാ അസ്നാഇസ് സ്വലാത്ത്, റൗളക്ക് ചെറിയൊരു ദൈല് രചിക്കാൻ തുടങ്ങി ദഖായിഖുർ റൗള എന്ന പേരിൽ. പക്ഷേ അത് നിസ്കാരത്തിന്റെ ബാബിൽ തന്നെ അത് അവസാനിച്ചു എന്നാണ്, അത്ര എത്തിയതുള്ളൂ. സമ്മാഹ അൽ ഇശാറത്തു ലിമാ വഖഅ ഫി റൗളത്തി മിനൽ അസ്മാഇ വൽ ലുആത്ത്. ഇമാം നബവി തങ്ങൾ റൗള രചിച്ചപ്പോൾ ആ റൗളയിലുള്ള ഒരുപാട് ഇമാമിങ്ങളുടെ പേരുകൾ, വ്യത്യസ്ത ഇസ്തിലാഹുകൾ, ചില ടേമുകൾ, ഇതെല്ലാം പരിചയപ്പെടുത്തി അതിലേക്കൊരു ഇശാറത്ത് എന്നോണം അൽ ഇശാറത്തു ലിമാ വഖഅ ഫി റൗളത്തി മിനൽ അസ്മാഇ വൽ ലുആത്ത് എന്ന പേരിലാണ് മഹാൻ ദഖായിഖ് റൗള ഉണ്ടാക്കിയത് എന്ന്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു വഅദ്ദഹു ബഅദുഹും മിനൽ കുതുബിൽ മഫ്ഖൂദ, ഇന്ന് അവൈലബിൾ അല്ലാത്ത നഷ്ടപ്പെട്ട ഗ്രന്ഥമാണത്. അതുപോലെ അൽ മിൻഹാജ് സുപ്രസിദ്ധ കിതാബാണ്, നമ്മൾ ഓതുന്ന കിതാബാണ്. ഫി മുഖ്തസർ അൽ മുഹറർ, മുഹററിന്റെ രത്നചുരുക്കമായ സംഗ്രഹമായ മിൻഹാജ് വിശദീകരിക്കുന്നില്ല. ഇമാം സുയൂത്തി നിങ്ങൾ പറയുന്നു മിൻഹാജ് സവീൽ ഇന്നഹു ഫറഅ മിൻഹു 19 റമദാന സനത 69 و600 ഹിജ്റ 669 റമദാൻ 19 മഹാനവറുകള് മിൻഹാജിന്റെ രചന അവസാനിപ്പിച്ചത് എന്നാണ്, അത് പൂർത്തിയായത്. മിൻഹാജിനും ചെറിയൊരു ദൈലുണ്ട്, ഒരു അനുബന്ധ, ഒരു അപ്പൻഡിക്സ് ഉണ്ട്, ദഖായിഖുൽ മിൻഹാജ്. അത് അവർ പറയുന്നുണ്ട് മിൻഹാജിന്റെ മുഖദ്ദിമയിൽ തന്നെ, ദീപാജലിൽ. മഹാനായ ഇമാം നബവി തങ്ങൾ പറയുന്നു ഫി ദീപാജത്തിൽ മിൻഹാജ്, മിൻഹാജിന്റെ ദീപാജ് നമുക്കറിയുമായിരിക്കും, നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് വഖദ് ശറഅതു, ഞാൻ തുടങ്ങി ഫി ജംഇ ജുസ്ഇൻ ലതീഫിൻ അലാ സൂറത്തി ശറഹി ലിദഖായിഖി ഹാദൽ മുഖ്തസർ. മിൻഹാജിൽ മുഖ്തസറാണ്. ഈ മുഖ്തസറിന്റെ ദഖായിഖിനെ ശറഹ് ചെയ്യാൻ ഞാൻ ഒരു കിതാബ് രചിക്കാൻ ആരംഭിച്ചു, അതാണ് ദഖായിഖുൽ മിൻഹാജ് എന്നവര് മിൻഹാജിന്റെ ദീപാജയിൽ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഫത്വകൾ അൽ ഫതാവ, ഇമാം നബവി തങ്ങളുടെ ഫത്വകൾ തുബിഅ ബിഅൻവാൻ ഫതാവൽ ഇമാമിൻ നബവി എന്ന പേരിലാണ് അത് മത്ബൂ ആയിട്ടുള്ളത്, പ്രിന്റഡ് ആയിട്ടുള്ളത്. അത് അൽ മുസമ്മാത്ത് ബി അൽ മസായിലുൽ മൻസൂറ എന്ന പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്, അൽ മസായിലുൽ മൻസൂറ. വദക്കറഹു സുയൂത്തി ഫിൽ മിൻഹാജ് സവി, മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ അൽ മിൻഹാജ് സവിയിൽ കിതാബിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുവരെ പറയുന്നത് അൽ മസായിലുൽ മൻസൂറ എന്നാണ്. വഹിയൽ മഅറൂഫത്ത് ബിൽ ഫതാവ, ഇമാം നബവി തങ്ങളുടെ അൽ ഫതാവ നബവിയ്യ അറിയപ്പെടുന്നത് അൽ മസായിലുൽ മൻസൂറ എന്ന പേരിലാണ് എന്ന് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറയുകയാണ്. വസന്നഫഹ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഫതാവയെ രചിച്ചത് ഒരിക്കലും വൈറ മുറത്തബത്തിൻ, അത് കൃത്യമായൊരു ബാബ് ചെയ്ത് തബ്വീബ് ചെയ്ത് തർത്തീബ് ചെയ്ത് ഒരു കൃത്യമായ ഓർഡറിൽ ആയിരുന്നില്ല എന്ന. ഫറത്തബഹ, അതിനെ കൃത്യമായ ഓർഡറിൽ ആക്കിയത് തിൽമീദുഹു ഇബ്നുൽ അത്വാർ, നേരത്തെ പറഞ്ഞ അലാഉദ്ദീൻ ഇബ്നുൽ അത്വാർ തങ്ങളാണ്, അവരുടെ ശിഷ്യനാണ്. അതിനെ മുറത്തബാക്കിയതും മുബവ്വആക്കിയതും. വസാദ അലൈഹ അഷ്യാ സമിഅഹ മിൻഹു, തൻ്റെ ശൈഖിൽ നിന്ന്, ഇമാമിൽ നിന്ന് ശിഷ്യനെ കേട്ട ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വതുബിഅ ബിഅൻവാൻ, അത് ഈ പേരിലും കിതാബ് പബ്ലിഷ് ആയിട്ടുണ്ട്, പ്രിന്റഡ് ആയിട്ടുണ്ട്. അൽ മൻസൂറാത്തു വൽ മസായിലു അൽ മുഹിമ്മാത്ത്, അൽ മൻസൂറാത്തു വൽ മസായിലുൽ മുഹിമ്മാത്ത് എന്ന പേരിലും ഫതാവ നബവിയ്യ മത്ബൂ ആയിട്ടുണ്ട് എന്നാണ്. അതുപോലെ സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹ്, അതിന്റെ പേരും അൽ മിൻഹാജ് എന്നാണ്. അൽ മിൻഹാജ് ഫി ശറഹ് സ്വഹീഹ് മുസ്ലിം അല്ലഫഹു ബഅദ സനത്തി 40 و70 و600 ഹിജ്റ 674 ശേഷമാണ് മഹാനവറുകൾ അതിന്റെ രചന ആരംഭിക്കുന്നത് എന്നാണ്. ഇനി ഇമാം നബവി തങ്ങളുടെ കുതുബിലെ തഖ്ദീം ചെയ്യേണ്ട ആ ഒരു ഓർഡറിൽ ഏകദേശം അവസാന ഭാഗത്ത് വരുന്ന തസ്ഹീഹു തംബീഹ്, അതിന്റെ പേരിൽ ചില ഖിലാഫുകളുണ്ട്. അൽ ഉംദത്തു ഫി തസ്ഹീഹ് തംബീഹ്, ശരിക്കും അതിന്റെ പേര് അൽ ഉംദത്തു ഫി തസ്ഹീഹ് തംബീഹ് എന്നാണ്. ചില കിതാബുകളിലൊക്കെ അതിന് അത്തഹരീറു ഫി അൽഫാദ് തംബീഹ് എന്ന് പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എന്നാൽ അതിന്റെ പേര് അൽ ഉംദത്തു ഫി തസ്ഹീഹ് തംബീഹ് എന്നാണ്. തുബിഅ ബി തഹ്ഖീഖ് ഉസ്താദ് അദ്ദക്തൂർ മുഹമ്മദ് അഖ്ല, അവരുടെ തഹ്ഖീഖിൽ
ബിഅൻവാൻ തസ്ഹീഹു തംബീഹ് എന്ന പേരിൽ ആ കിതാബ് വിരചിതമായിട്ടുണ്ട്. മാത്രമല്ല മിൻ കുതുബിൻ നബവി അല തംബീഹ്, തംബീഹ് അറിയുമായിരിക്കും. മുഹദ്ദബിന്റെ മുസന്നിഫ് അബൂ ഇസ്ഹാഖ് അശ്ശിറാസി അവരുടേതാണ് തംബീഹ്. ആ തംബീഹിന്റെ അനുബന്ധ കിതാബാണ് തസ്ഹീഹു തംബീഹ്, അൽ ഉംദത്തു ഫി തസ്ഹീഹി തംബീഹ്. ഇമാം നവവി തങ്ങൾ തംബീഹിനെ വേറെയും ഒരു അനുബന്ധ കിതാബ് എഴുതിയിട്ടുണ്ട്, അൻ-നുക്തു അല തംബീഹ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ അലാഉദ്ദീൻ ഇബ്നു അത്വാർ, ഇമാം നവവി തങ്ങളുടെ തിൽമീദ്, അവരുടെ തുഹ്ഫത്ത് ത്വാലിബീനിനെ തഅലീഖ് ചെയ്ത മശ്ഹൂർ ഇബ്നു ഹസൻ അവർ പറയുന്നുണ്ട്, വലിയുൻദർ ഹൽ ഹുവ വൽ ഉംദത്തു കിതാബൻ അം കിതാബാൻ. ഈ അൽ ഉംദത്തു ഫി തസ്ഹീഹി തംബീഹ് എന്ന കിതാബ്, അതുപോലെ അൻ-നുക്തു അല തംബീഹ്, ഇത് രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അത്തഹരീർ ഫി അൽഫാദ് തംബീഹ്, മഹാനായ ഇമാം അബൂ ഇസ്ഹാഖ് അശ്ശിറാസിയുടെ അത്തംബീഹ് എന്ന കിതാബിന്റെ അനുബന്ധമായി അത്തഹരീർ ഫി അൽഫാദ് തംബീഹ് എന്ന കിതാബും ഇമാം നവവി തങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞു. ഫർഅമിൻഹു മുഅല്ലിഫുഹു, ഇമാം അവറുകൾ അതിന്റെ രചന പൂർത്തിയാക്കുന്നത് സനത്ത് 71 و600 ഹിജറ 671 അതും നേരത്തെ പറഞ്ഞ പോലെ കിതാബ് തംബീഹിന്റെ ഇമാം ഷിറാസിയുടെ കിതാബ് തംബീഹിന്റെ ഹാമിഷിൽ മിസ്റിൽ അത് മത്ബൂ ആയിട്ടുണ്ട്, ബിഅൻവാൻ അത്തസ്ഹീഹ് ഫി ശർഹി അൽഫാദ് തംബീഹ് എന്ന പേരിൽ. അതുപോലെ ദാറുൽ ഖലം എന്ന ലൈബ്രറിയിൽ അവിടെ മത്ബൂ ആയില് ദിമഷ്കിലും അത് മത്ബൂ ആയിട്ടുണ്ട്, ബിഅൻവാൻ തസ്ഹീഹ് അൽഫാദ് തംബീഹ് എന്ന പേരിൽ, അല്ലെങ്കിൽ ലഅത്തുൽ ഫിഖ് എന്ന പേരിൽ. ഇവിടെ തസ്ഹീഹ് അൽഫാദ് തംബീഹ് ഈ പേര് ശരിക്കും ഖത്അആണ് എന്നാണ്. വഹാദൽ ഇസ്മു ഖത്അഉൻ വസവാബഹു അത്തഹരീർ എന്നാണ്. കാരണം നേരത്തെ പറഞ്ഞ അൽ ഉംദത്തു ഫി തസ്ഹീഹി തംബീഹ് ആ കിതാബിനെ സംബന്ധിച്ചാണ് തസ്ഹീഹു തംബീഹ് എന്ന് പറയാ, അല്ലെങ്കിൽ വെറും മുത്തലഖൻ അത്തസ്ഹീഹ് എന്ന് പറയാ. അതേസമയം ഇമാം ഷിറാസി തങ്ങളുടെ തന്നെ തംബീഹിന്റെ തഹരീർ ഫി അൽഫാദ് തംബീഹ് എന്ന കിതാബ് ചില ഗ്രന്ഥങ്ങളിലൊക്കെ അത്തസ്ഹീഹു ഫി ശർഹി അൽഫാദ് തംബീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അവിടെ തസ്ഹീഹ് എന്ന് പറയുന്നത് അത് ഖത്അആണ്. അതിന്റെ കറക്റ്റ് പേര് അത്തഹരീർ ഫി അൽഫാദ് തംബീഹ് എന്നാണ്. അത്തസ്ഹീഹ് എന്ന് പറയുന്ന വേറെ കിതാബ് നമ്മൾ മുഖദ്ദമു ഫി കുതുബിൻ നബവി, നബവി ഇമാമിന്റെ കിതാബുകളിൽ ഏതിന് തഖദീം ചെയ്യണമെന്ന ഓർഡറിൽ അവസാന ഭാഗത്ത് വരുന്ന തസ്ഹീഹ് എന്ന കിതാബ് അത് നേരത്തെ പറഞ്ഞ അൽ ഉംദത്തു ഫി തസ്ഹീഹി തംബീഹ് ആണ് എന്നാണ്. അതുപോലെ ശറഹു തംബീഹ് ഇമാം ഷിറാസിയുടെ കിതാബിന് അദ്ദേഹം ശറഹ് ചെയ്തിട്ടുണ്ട്, അതും ഖിത്അത്താണ്, അത് പൂർത്തീകരിച്ചിട്ടില്ല, തക്മീൽ ചെയ്തിട്ടില്ല. ഇബ്നു അത്വാർ തങ്ങൾ പറയുന്നു, ശിഷ്യൻ പറയാൻ, ഇബ്തദഅഹു വലം യുതിമ്മഹു ആജലതുൽ മനിയ്യ, അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അപ്പോഴേക്കും അല്ലാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു റഹിമഹുല്ലാഹ്. വദക്കറഹു ഇബ്നു ഖാദി ശുഹബ ഫി തബഖാത്ത് ശാഫിഇയ്യ വസയൂതി ഫി മിൻഹാജ് അസ്സവി. ഇബ്നു ഖാദി ശുഹബ തങ്ങളെ അവരുടെ തബഖാത്ത് ശാഫിഇയ്യയിലും ഇമാം സയ്യൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മിൻഹാജ് അസ്സവിയിലും പറയുന്നു, സമ്മാഹു നബവിയ്യു തുഹ്ഫത്തു ത്വാലിബ് തംബീഹ്. അതോ ഇമാം ഷിറാസി തങ്ങളുടെ അത്തംബീഹ് എന്ന കിതാബിനെ ഇമാം നബവി തങ്ങൾ ശറഹ് ചെയ്തുമ്പം ആ ശറഹിന് ശറഹു തംബീഹിനെ ഈ രണ്ട് മഹാന്മാരും അവരുടെ കിതാബുകളിൽ തുഹ്ഫത്തു ത്വാലിബ് തംബീഹ് എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് രണ്ടും ഒരു കിതാബാണ്. അതിന് തുഹ്ഫത്തു ത്വാലിബ് തംബീഹ് എന്ന പേരുമുണ്ട്. അതിന്റെ രചന വസല ഫീഹി ഇലാ അസ്നാഇ സ്വലാഹ്, അതും തക്മീൽ ചെയ്തിട്ടില്ല, ബാബു സ്വലാത്ത് വരെ എത്തിയിട്ടുള്ളൂ. വഖാല സഖാവി ഫീ തർജമത്തുൽ ഇമാം അൻ-നവവി, ഇമാം സഖാവി തങ്ങൾ തർജമത്തുൽ ഇമാം അൻ-നവവി പറയുന്നുണ്ട്, വസല ഫീഹി ഇലാ അസ്നാഇ ബാബുൽ ഹൈദ്, ബാബുൽ ഹൈദ് വരെ അത് എത്തിയിട്ടുള്ളൂ. വഅദ്ദ ബഅദുഹും മിനൽ കുതുബിൽ മഫ്ഖൂദ, നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതന്മാർ പറയുന്നു ആ കിതാബ് മിസ്സിംഗ് ആണ്, അതിപ്പോൾ ലഭ്യമല്ല, അവൈലബിൾ അല്ല, മൗജൂദല്ല എന്ന്. ഇതാണ് നമ്മൾ ഇമാം നബവി തങ്ങളുടെ കുതുബിന്റെ തഖദീം ചെയ്യേണ്ട ഓർഡറിൽ എണ്ണുന്ന ചില കിതാബുകൾ. അതിന് പുറമെ ഫിഖഹിൽ തന്നെ അൽ ഇലാഹു ഫിൽ മനാസിക്, ഇലാഹിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച വേറെ വരുന്നുണ്ട്. അൽ ഇലാഹു ഫിൽ മനാസിക് എന്ന കിതാബ് എഴുതിയിട്ടുണ്ട്. മനാസിക്കില് ഇമാം നബവി തങ്ങൾക്ക് ഇലാഹ് മാത്രമല്ല എന്നാണ്. അൽ ഈജാസ് ഫിൽ മനാസിക് എന്ന വേറെ കിതാബുമുണ്ട്. മനാസിക് തന്നെ വിഷയം, ഹജ്ജാണ് വിഷയം, ഹജ്ജും ഉംറയും, മസായിലുൽ ഹജ്ജ് വൽ ഉംറ. അൽ ഇലാഹു ഫിൽ മനാസിക് എന്ന കിതാബുണ്ട്, അൽ ഈജാസ് ഫിൽ മനാസിക് എന്ന കിതാബുണ്ട്. മാത്രമല്ല ഇമാം ദഹബി തങ്ങൾ താരിഖുൽ ഇസ്ലാമിൽ പറയുന്നു, അദ്ദേഹം ഈലാഹിനെ പ്രതിപാദിക്കുന്നുണ്ട്, ഈജാസിനെ പ്രതിപാദിക്കുന്നുണ്ട്. ഇമാം ദഹബി തങ്ങൾ താരിഖുൽ ഇസ്ലാമിൽ ശേഷം പറയുന്നുണ്ട്, വലഹു, ഇമാം നബവി തങ്ങളെ കൊണ്ട് അർബഉ മനാസിക ഉഖറ, വേറെ 4 മനാസിക്കുകൾ വേറെയുണ്ട് എന്നാണ്. അൽ മനാസിക് സാലിസ് വർ റാബിഅ വൽ ഖാമിസ് വസ്സാദിസ്,
അങ്ങനെ ഹജ്ജ് ഉംറയുടെ മസായിൽ വിശദീകരിക്കുന്നതിൽ തന്നെ ഇമാം നബവി തങ്ങൾക്ക് ഈലാഹിന് പുറമെ ഈജാസിന് പുറമെ വേറെയും 4 മനാസികിന്റെ കിതാബുകളുണ്ടെന്ന് മഹാനായ ഇമാം ദഹബി തങ്ങൾ താരിഖുൽ ഇസ്ലാമിൽ പറയുന്നു. അതിലൊന്ന് തുബിഅ വാഹിദു മിൻഹാ ഫി ഹൈദരാബാദ് ബിഉൻവാൻ അൽ ഇഷാറാത്ത്, അതിലൊന്ന് അൽ ഇഷാറാത്ത് എന്ന പേരിൽ ഹൈദരാബാദിൽ പ്രിന്റഡ് ആയിട്ടുണ്ട് എന്നാണ്. ഇനി ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചന ആരംഭിച്ച് അദ്ദേഹത്തിന് മരണം വരിച്ചു എന്ന കാരണത്താൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില കിതാബുകൾ പരിചയപ്പെടുത്താം. അതിലൊന്ന് ഖിത്അത്തുൽ മുസവ്വദ ഫി തബഖാത്തിൽ ഫുഖഹ, ശാഫിഈ മദ്ഹബിൽ വരുന്ന ഫുഖഹാക്കളുടെ വിശദീകരണം തബഖാത്തുൽ ഫുഖഹയിൽ ഒരു ഖിത്അത്തുണ്ട്. അത് മുസവ്വദയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുസവ്വദ അല്ലെങ്കിൽ മുബയ്യള. മുസവ്വദ എന്നാൽ ഒരാൾ ഒരു കിതാബ് എഴുതിയിട്ട് ആ കിതാബ് ഒരു തവണ തന്നെ രചന പൂർത്തിയാക്കി സമഗ്രമായൊരു പരിശോധനയ്ക്ക് എഡിറ്റിങ്ങിന് തഹരീറിന് വിധേയമാക്കിയിട്ടില്ലാത്ത അവസ്ഥയിൽ അതിന് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയും. അതാണ് മുസവ്വദ. അതിന് നിരന്തരമായ പഠനങ്ങൾക്കും തിരുത്തലുകൾക്കും വിധേയമാക്കി അവസാനം ഇറങ്ങുന്ന ഫൈനൽ ഡ്രാഫ്റ്റ് അതാണ് മുസവ്വദ. ഒന്ന് ബ്ലാക്ക് ആയിരിക്കും, ഒന്ന് വൈറ്റ് ആയിരിക്കും. മുസവ്വദ അതുപോലെ മുബയ്യള. ഫസ്റ്റ് ഡ്രാഫ്റ്റിനാണ് മുസവ്വദ എന്ന് പറയുക, ഫൈനൽ ഡ്രാഫ്റ്റിനാണ് മുബയ്യള എന്ന് പറയുക. മുസവ്വദയ കിതാബാണ് തുബഖാത്തുൽ ഫുഖഹ. അതിനവർക്ക് തഹരീർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും വഫാത്തായിട്ടുണ്ട്. അതിന് ഇമാം സുയൂത്തി തങ്ങൾ അൽ മിൻഹാജ് സവിയിലും പറയുന്നുണ്ട്. തുബഖാത്തു ഷാഫിഈ എന്ന പേര് പറയുന്നുണ്ട് ഇതിന്. ഇമാം നബവി തങ്ങളുടെ തുബഖാത്തു ഷാഫിഈ ഒരു മുജല്ലദാണ്. മഹാനായ ഇമാം ഇസ്നവി തങ്ങൾ പറയുന്നു മാ തഅനഹ മുസവ്വദതൻ. തുബഖാത്തുൽ ഫുഖഹ ഇമാം നബവി തങ്ങൾ രചിച്ച് ആ കിതാബ് മുസവ്വദത്തായിരിക്കെ തന്നെ അതിൽ കൂടുതൽ തിരുത്തലുകളും പരിശോധനയ്ക്കും വിധേയമാക്കപ്പെടും മുമ്പ് തന്നെ മഹാനവറുകൾ വഫാത്താകുന്നുണ്ട്. ഫബയ്യളഹ, ആ മുസവ്വദയായ കിതാബിനെ പിന്നീട് മുബയ്യളാക്കുന്നത്, അതിനെ ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് മാറ്റുന്നത് അൽ ഹാഫിദുൽ ജമാലുൽ മിസ്സിയു തിൽമീദുഹു, അദ്ദേഹത്തിന്റെ ശിഷ്യനായ അൽ ഹാഫിദുൽ ജമാലുൽ മിസ്സി തങ്ങളാണ്. മിസ്സി തങ്ങൾ നമുക്കറിയാം നബിയുടെ ശിഷ്യനാണ്. മാത്രമല്ല വഖാല സഖാവി ഫി തർജമത്തുൽ ഇമാം അൻ-നവവി, തർജമത്തുൽ ഇമാം അൻ-നവവിയുടെ എന്ന ഇമാം സഖാവിയുടെ കിതാബിൽ പറയുന്നു ഇഖ്തസറ ഫീഹാ കിതാബ് ഇബ്നു സ്വലാഹ്. ഇബ്നു സ്വലാഹ് എന്നവരുടെ കിതാബിനെ ചുരുക്കിയതാണ് തുബഖാത്തുൽ ഫുഖഹ എന്നാണ്. വസാദ അലൈഹ അസ്മാഅൻ നബ്ബഹ അലൈഹ ഫീ ദൈരി കിതാബി. ഇബ്നു സ്വലാഹ് എന്നവരുടെ കിതാബിലേക്ക് കൂടുതൽ ഇമാമിങ്ങളുടെ പേരുകൾ ചേർത്തിട്ടുണ്ടാക്കിയതാണ് തുബഖാത്തുൽ ഫുഖഹ എന്ന് മഹാനായ ഇമാം സഖാവി തങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു കസീർ തങ്ങൾ പറയുന്നു മാ അന്നഹുമാ, ഇബ്നു സ്വലാഹ് എന്നവരെ തുബഖാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ദൈലെന്നോണം ഇമാം നബവി തങ്ങളും അല്പം ഇമാമിങ്ങളുടെ പേരുകൾ ചേർത്ത് തുബഖാത്തുൽ ഫുഖഹ വീണ്ടും അതിനെ വിശദീകരിക്കുന്നുണ്ട്, അതിനെ വിപുലീകരിക്കുന്നുണ്ട്. 2 പേരും അതിൽ വർക്ക് ചെയ്തിട്ടും ലം യസ്തൗഇബ അസ്മാ അൽ സ്വഹാബ്, ഷാഫിഈ മദ്ഹബിലെ അസ്ഹാബിന്റെ മുഴുവൻ പേരുകൾ അതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. വലൻ നിസ്ഫ മിൻ ദാലിക, മുഴുവൻ പോയിട്ട് പകുതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുന്നുണ്ട്. വൽ ഉദ്റു അൻ നബവി, നബവി ഇമാമിന് കാരണമുണ്ട്, അദ്ദേഹം വഫാത്തായി പോവുകയാണ്. അന്നഹു മാത അന്നഹു മുസവ്വദതൻ, അത് മുസവ്വദത്തായിരിക്കെ തന്നെ അദ്ദേഹം വഫാത്തായി പോകുകയാണ്. വബയ്യളഹുൽ മിസ്സിയു തിൽമീദുഹു, ശിഷ്യൻ മിസ്സി എന്നവരാണ് പിന്നീട് അതിനെ തബീൽ ചെയ്യുന്നത് എന്നാണ്, അതിനെ ഫൈനൽ ഡ്രാഫ്റ്റാക്കി മാറ്റുന്നത്. ഏതായാലും വതുബിഅ ഫി മുജല്ലദൈൻ, 2 വാള്യങ്ങളായി അത് മത്ബൂ ആയിട്ടുണ്ട്. ബിഉൻവാൻ തുബഖാത്തുൽ ഫുഖഹ ശാഫിഈ എന്ന പേരിൽ. പക്ഷേ ലിൽ ഇമാം ഇബ്നു സ്വലാഹ് എന്നാണ് അതിന്റെ കിതാബിന്റെ ചട്ടയിലുള്ളത്. തുബഖാത്തുൽ ഫുഖഹ ശാഫിഈ ലിൽ ഇമാം ഇബ്നു സ്വലാഹ്. പിന്നെ ഇതിന്റെ താഴെ ഹദ്ദബഹു വറത്തബഹു മുഹയ്യിദ്ദീൻ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നബവി എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ചുരുക്കുകയാണ്. അൽ കുതുബുൽ മഫ്ഖൂദ, ഇമാം നബവി തങ്ങൾ രചിച്ച എന്നാൽ വെളിച്ചം കാണാതെ പോയ, ഇന്നെവിടെയും മൗജൂദല്ലാത്ത, അവൈലബിൾ അല്ലാത്ത, മിസ്സായി പോയ ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്ന് റൂഉസുൽ മസായിൽ, അഥവാ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഓരോ ബാബിലും, ബാബു സലാത്ത് അല്ലെങ്കിൽ ബാബു സകാത്ത്, ബാബു സൗം, ബാബുൽ ഹജ്ജ് തുടങ്ങിയ ചില ബാബുകളിലെ കോറായിട്ടുള്ള പ്രധാനമായിട്ടുള്ള അഹമ്മായ മസാലകൾ മാത്രം ക്രോഡീകരിച്ച റഊസുൽ മസായിൽ. ഇമാം സുയൂത്തി അവരുടെ മിൻഹാജു സവിയിലും ഇമാം സഖാവി തർജമത്തുൽ ഇമാം നബവിയിലും പറയുന്നുണ്ട്, ഈ കിതാബിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇമാം നബവിയുടെ മഫ്ഖൂദായ വേറെ കിതാബാണ് മുഖ്തസറു ആദാബുൽ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ള നിസ്കാരത്തിന്റെ ആദാബ് പറയുന്ന ഒരു മുഖ്തസറായ ലഘുകൃതിയാണ്. ഇമാം ഇസ്നവി തങ്ങൾ പറയുന്നു മുഖ്തസറു ആദാബുൽ ഇസ്തിസ്ഖാ മിൻ അവാഖിർ തസ്വാനിഫിഹി, അവസാന കാലത്ത് ഇറങ്ങിയ ചില ഗ്രന്ഥമാണെന്ന് ഇമാം ഇസ്നവി തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മുഖ്തസറു തംബീഹ്, നമ്മൾ നേരത്തെ പറഞ്ഞ തംബീഹ് ഇമാം ഷിറാസി തങ്ങളുടെ തംബീഹ്, അതിനെ മുഖ്തസർ എഴുതിയിട്ടുണ്ട് ഇമാം നബവി തങ്ങൾ, പക്ഷെ അത് മഫ്ഖൂദാണ്. അതുപോലെ മസ്അലത്തു നിയ്യത്തുൽ ഇഅ്തിറാഫ്, നിയ്യത്തുൽ ഇഅ്തിറാഫ് അറിയുമായിരിക്കും, ഫത്ഹുൽ മുഈനൊക്കെ പഠിക്കുന്നതാണ്. വുളൂ ചെയ്യുന്ന സമയത്ത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ
നമ്മൾ മുഖം കഴുകുക എന്ന ഫർദ് കഴുകിയതിന് ശേഷം പിന്നെ 2 കൈകളും മുട്ടോടുകൂടെ കഴുകാൻ വേണ്ടി ആ വെള്ളത്തിലേക്ക് തന്നെ കൈയിട്ടാൽ ബാക്കി വെള്ളം മുസ്താമലായി എന്നാണ്, 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ. എങ്കിൽ മുസ്താമലാവാതിരിക്കാൻ അതിലേക്ക് കൈയിടുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു നിയ്യത്തുണ്ട്, നിയ്യത്തുൽ ഇഅ്തിറാഫ്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് വെള്ളം എടുക്കുന്നത് എന്നൊരു നിയ്യത്ത്, അങ്ങനെ ഖസ്ദ്. ആ ഇഅ്തിറാഫിന്റെ നിയ്യത്ത് വിശദീകരിക്കുന്ന കിതാബുണ്ട് അദ്ദേഹത്തിന്, ചെറിയൊരു റിസാല, മസ്അലത്തു നിയ്യത്തുൽ ഇഅ്തിറാഫ്. പക്ഷെ അത് മിസ്സായി പോയിട്ടുണ്ട്. അതുപോലെ മുഹിമ്മത്തുൽ അഹ്കാം, അത് മഫ്ഖൂദയാണ്. അതുപോലെ ഇമാം നബവി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പേരിൽ അറിയപ്പെടുന്ന ചില കിതാബുകളുണ്ട്. പക്ഷെ അത് ഇമാം നബവിയുടേതാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത, എന്നാൽ അവരുടെ പേരിൽ ഇമാമിങ്ങൾ പറയുന്ന ചില കിതാബുകൾ. ഇമാം ഇസ്നവി തങ്ങൾ പറയുന്നു, യുൻസബു ഇലൈഹി തസ്നീഫാൻ, 2 ഗ്രന്ഥങ്ങൾ ഇമാം നബവിയിലേക്ക് ചേർക്കപ്പെടാറുണ്ട്. പക്ഷേ ലൈസ ലഹു, അത് 2ഉം ഇമാമിൻ്റെതല്ല എന്നാണ്. അതിലൊന്ന് അൻ-നിഹായത്തു ഫി ഇഖ്തിസാറിൽ വായ എന്നൊരു കിതാബുണ്ട്. മഹാനായ ഇമാമുൽ ഹറമൈൻ തങ്ങൾ, ഇമാമുൽ ജുവൈനി, അവരുടെ നിഹായത്തുൽ മത്ലബ് ഫി ദിറായത്തുൽ മദ്ഹബി എന്ന കിതാബിന്റെ മുഖ്തസറായിട്ട് മഹാനായ ഇമാം ഇസ്സ് ബിൻ അബ്ദുസ്സലാം തങ്ങൾ ഉണ്ടാക്കിയതാണ് അൽ വായ. ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ നിഹായയുടെ മുഖ്തസറായ ഇസ്സ് ബിൻ അബ്ദുസ്സലാം തങ്ങൾ ഉണ്ടാക്കിയ വായ എന്ന കിതാബ്, ആ വായ എന്ന കിതാബിനെ വീണ്ടും ചുരുക്കിയിട്ട് അൻ-നിഹായ എന്ന പേരിൽ ഇമാം നബവി തങ്ങൾ ഒരു കിതാബ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് ഇമാം നബവിയുടേത് അല്ലെന്ന് ഇസ്നവി തങ്ങൾ പറയാണ്. അതുപോലെ ആലീതു അലൽ വസീത്ത്, ഇമാം വസാരിയുടെ വസീത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ചില സംഗതികളിലുള്ള ഉലൂത്തുകൾ വിശദീകരിക്കുന്ന കിതാബുണ്ട് ഇമാം നബവി തങ്ങൾക്ക്, ആലീതു അലൽ വസീത്ത്. പക്ഷെ അതും ഇബ്നു റിഫാഅ തങ്ങൾ പറയുന്നുണ്ട് അവരുടെ മത്ലബിൽ ഇത് ഇമാം നബവി തങ്ങളുടേതാണ് എന്ന്. എന്നാൽ ഇസ്നവി തങ്ങൾ പറയുന്നു അത് നബവി ഇമാമിലേക്ക് ചേർക്കാൻ പറ്റില്ല, അത് അവരുടേതല്ല എന്ന്. അതുപോലെ ഇമാം നബവി തങ്ങളുടെ ചില കിതാബുകൾ അദ്ദേഹം രചിക്കാൻ വിചാരിച്ചൊരു കിതാബിനെ പരിചയപ്പെടുത്താം. ശറഹുൽ മുഹദ്ദബിന്റെ തുടക്ക ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ദക്കറൽ ഇമാം നബവിയ്യു ഫി ശറഹുൽ മുഹദ്ദബി ഇൻദ മസ്അലത്തി റഫ്അൽ യദൈൻ ഇൻദ റുകൂഇ വറഫ്ഇ മിൻഹു, റുകൂഇലേക്ക് പോകുന്ന സമയത്തും റുകൂഇൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും കൈ ഉയർത്തൽ സുന്നത്താണ് നമ്മുടെ മദ്ഹബിൽ. ആ വിഷയം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വലൗല ഖൗഫുൽ ലിത്വാല, മജ്മുഅ ഒരുപാട് ദീർഘിക്കുമെന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ, ഉരീതുക ഫീഹി അജായിബ മിനൻ നഫായിസ്, അത്ഭുതകരമായ ഒരുപാട് മൊഴിമുത്തുകളടങ്ങിയ മസ്അലകൾ ഇത് സംബന്ധമായി എനിക്ക് വിശദീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ വാർജു അൻ അജ്മഅ ഫീഹി കിതാബൻ മുസ്തഖില്ല, പക്ഷേ ഇത് സംബന്ധമായ ഒരു സ്വതന്ത്രമായ ഒരു റിസാല ഉണ്ടാക്കാൻ, വേറൊരു ചെറിയൊരു കിതാബ് ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇമാം സൂയിത്ത് നിങ്ങൾ പറയുന്നു അവരുടെ മിൻഹാജുസ് സഫിയിൽ, ഫല അദ്രി അഫഅല അം ല, അങ്ങനെ ഒരു കിതാബ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഏറെക്കുറെ ഗ്രന്ഥങ്ങളൊക്കെ മഹാനായ അലൗദ്ദീൻ അത്വാർ തങ്ങൾ അവരുടെ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് തുഹ്ഫത്ത് ത്വാലിബീനിൽ. പക്ഷേ തുഹ്ഫത്ത് ത്വാലിബീനെ സംബന്ധിച്ച് മഹാനായ ഇമാം സൂയിത്ത് തങ്ങൾ പറയുന്നുണ്ട് മിൻഹാജുസ് സഫിയിൽ, ഇബ്നു അത്വാർ, ഇബ്നുൽ അത്വാർ എന്നവരെ ഇമാം നബവിയുടെ ശിഷ്യനാണല്ലോ, നേരത്തെ പറഞ്ഞു, ലം യസ്തൗഇബ് തസ്വാനിഫ് നബവി, നബവി ഇമാമിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും അദ്ദേഹം തുഹ്ഫയിൽ വിശദീകരിക്കുന്നില്ല, മുഴുവൻ പോയിട്ട് വല ഖാറബ, അതിൻ്റെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്ന് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇബ്നുൽ അത്താർ എന്നവരുടെ തുഹ്ഫയെ നിരൂപിക്കുന്നുണ്ട് എന്നാണ്. അവസാനിപ്പിക്കുകയാണ്. ഇനി ഇമാം നബവി തങ്ങളുടെ കിതാബുകളിൽ ഏതാണ് മുഖദ്ദം, ഏതിനാണ് മുന്തിക്കേണ്ടത് എന്നത് ആ ഒരു ഓർഡർ മാത്രം ചുരുക്കി പറയാം. ഇത് ഇബ്നു ഹജർ തങ്ങൾ അവരുടെ തുഹ്ഫയുടെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്. മഹാനായ ഇമാം സുലൈമാൻ അൽ ഖുർദി തങ്ങൾ അവരുടെ അൽ ഫവായിദുൽ മദനിയയിൽ പറയുന്നുണ്ട്. അലവി സഖാഫി തങ്ങൾ അൽ ഫവായിദുൽ മക്കിയിലൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഏത് കിതാബ് എന്ന് തുഹ്ഫയുടെ വാർത്ത വായിക്കാം. അത്തഹ്ഖീഖ്, ഇമാം നബവി തങ്ങളുടെ തഹ്ഖീഖിനെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്നാണ്. അഥവാ ഇമാം നബവി തങ്ങളുടെ ഫിഖഹിന്റെ കിതാബുകളിൽ ഒരുപാട് കിതാബുകളിൽ വ്യത്യസ്ത ഖിലാഫുകൾ കാണുകയാണെങ്കിൽ ഏത് കിതാബിനെയാണ് തഖ്ദീം ചെയ്യേണ്ടത്? അൽ മുഖദ്ദമു മിൻ കുതുബിൻ നബവി, അതിൽ ഒന്നാമത്തെ സ്ഥാനം തഹ്ഖീഖിനാണ്. 2 അൽ മജ്മുഅ, 3 അത്തൻഖീഹ്, പിന്നെ മുഖ്തസറായി രചിച്ചിട്ടുള്ള അർ റൗള, അതുപോലെ അൽ മിൻഹാജ്, പിന്നെ അദ്ദേഹത്തിന്റെ ഫത്വകൾ, അതുപോലെ ശറഹ് മുസ്ലിം, അതുപോലെ തസ്ഹീഹു തൻബീഹ്, പിന്നെ അദ്ദേഹത്തിന്റെ ചില നുക്തകൾ. ഈ വിഷയം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ വിശദീകരിച്ചതിന് ശേഷം പറയുന്നുണ്ട്, വഹാദ തഖരീബുൻ, ഇമാം നബവി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ
അതിലുള്ള ഖിലാഫുകൾ കാണുമ്പോൾ ഏത് കിതാബിനെയാണ് തഖ്ദീം ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരുമ്പം ഏത് കിതാബ് തിരഞ്ഞെടുത്താലും അതൊക്കെ ഏകദേശ കണക്കാണ്. ഈ ഗ്രന്ഥങ്ങളിൽ പരസ്പരം വൈരുദ്ധ്യം കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത്, നമുക്ക് കരണീയം മുറാജഅത്തു കലാമി മുഅ്തമിദുൽ മുതഅഖിരീന വത്തിബാഉ മാ റജഹഹു മിൻഹാ. പിൽക്കാലത്ത് വന്ന മുതഅഖിരീങ്ങളെ പണ്ഡിതന്മാർ, ആ മുതഅഖിരീങ്ങളിലെ മുഅ്തമദായ പണ്ഡിതന്മാരെ അവലംബിക്കലാണ്. അവർ എന്താണോ റാജിഹാക്കിയത്, അവരുടെ തർജീഹ് എന്താണോ അതിനെ അവലംബിക്കുകയാണ്. അല്ലെങ്കിൽ ആ കിതാബുകളെ മുറാജഅ ചെയ്യുക, മുതാലഅ ചെയ്യുക. അഥവാ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയെ പോലെ, ഇമാം ഖതീബ് ശിർബീനിയുടെ മോനിയെ പോലെ, ഇമാം റംലി തങ്ങളുടെ നിഹായെ പോലെ, ഇമാം മഹല്ലിയുടെ കൻസുർ റായിബീനെ പോലെ ഈ കിതാബുകളെ മുറാജഅ ചെയ്യലാണ് ഏറ്റവും കരണീയമെന്ന് മഹാനായ മുതഅഖിരീങ്ങളിൽപ്പെട്ട വലിയ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്. മുതഅഖിരീങ്ങൾ ആര് എന്ന കാര്യത്തിലും ചെറിയൊരു ഖിലാഫുണ്ട്. ആരാണ് മുതഅഖിരീങ്ങൾ, ആരാണ് മുതഖദ്ദിമുകൾ? ശരിക്കും അതിൽ പറയുകയാണെങ്കിൽ ഇമാം ശറഖവി തങ്ങൾ പറയുന്നുണ്ട്, വൽ മുതഅഖിറൂന മൻ ബഅദൽ 400. ഹിജറ 400ന്റെ ശേഷം വന്നവർക്കാണ് മുതഅഖിറുകൾ എന്ന് പറയാം. വൽ മുതഖദ്ദിമൂന മൻ ഖബലഹും. മുതഖദ്ദിമുകൾ എന്നാൽ അതിന് മുമ്പ് വന്ന ആളുകളും. പക്ഷേ ഇമാം നവവി തങ്ങൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇമാം നവവി തങ്ങൾ, ഇമാം റാഫിഈ തങ്ങൾ, അവരുടെ വീക്ഷണവും അതാണ്. ഹിജറ 400ന്റെ മുമ്പ് വന്നവര് മുതഖദ്ദിമുകളും ഹിജറ 400ന്റെ ശേഷം വന്നവര് മുതഅഖിരീങ്ങളും. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, അമ്മാ ഫി കലാമി മൻ ബഅദ അശ്ശൈഖൈൻ ഫൽ മുറാദു ബിൽ മുതഖദ്ദിമീന അശ്ശൈഖാനി വമൻ ഖബലഹും. അഥവാ ഇമാം നവവി, ഇമാം റാഫിഈ അവരും അവർക്ക് മുമ്പ് വന്നവരുമാണ് മുതഖദ്ദിമുകൾ, അവർക്ക് ശേഷമുള്ളവരാണ് മുതഅഖിറുകളെന്ന് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാം നവവി തങ്ങളുടെ കിതാബുകളൊക്കെ കൂടുതൽ മുതാലയ്ക്ക് വേണ്ടി അവരുടെ തർജീഹിൻ്റെ ഒരു ശൈലി മനസ്സിലാക്കാൻ, അവർ തർജീഹ് ചെയ്യുമ്പോൾ അവർ സ്വീകരിച്ച ദലീലുകൾ എങ്ങനെയൊക്കെയായിരുന്നു ദലീലുകൾ അവർ സ്വീകരിച്ചത്, ഇസ്തിദ്ലാൽ ചെയ്തത്, അങ്ങനെ പിറകിലോട്ട് ഇമാം ഷാഫിഈയുടെ റഹിമഹുല്ലാ കിതാബിലേക്ക് എത്തുന്ന ഒരു സഞ്ചാരം നടത്താമെന്നതല്ലാതെ നമുക്കൊരു മസല കണ്ടെത്താൻ ഇമാം നവവി തങ്ങളുടെ കിതാബുകൾക്കിടയിൽ ഖിലാഫ് ഉണ്ടെങ്കിലും മുഖാലഫത്ത് ഉണ്ടെങ്കിലും അതിൽ ഏതിനെയാണ് ആദ്യം മുന്തിക്കേണ്ടത് എന്ന് ആ കിതാബെടുത്ത് മുതാല ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കരണീയം മുറാജഅത്തു കുതുബിൽ മുതഅഖിരീന, പിൽക്കാലത്ത് വന്നിട്ടുള്ള മുതഅഖിരീങ്ങളായ ഇമാമുമാരുടെ കിതാബുകൾ മുതാല ചെയ്യലാണ്, റഫർ ചെയ്യലാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.